ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭക്തമനസ്സുകളിൽ ആനന്ദാമൃതം വർഷിച്ചുകൊണ്ട് ഗുരുഭവനപുരിയിലെ ശ്രീലകത്ത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകൻ ഉണ്ണിക്കണ്ണനായി ഇങ്ങനെ വിളങ്ങി നിൽക്കുകയാണ്. ഉച്ചപൂജ കഴിഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ഭഗവാന്റെ ദിവ്യരൂപം കാണുമ്പോൾ ഏതൊരു മനുഷ്യൻ്റെയും ജന്മപാപങ്ങൾ അലിഞ്ഞുപോകും. ശ്രീലകത്തെ നെയ്വിളക്കുകളുടെ പീതപ്രഭയിൽ കളഭച്ചാർത്തിൻ്റെ സുഗന്ധത്തിൽ അതീവ ഭംഗിയോടെ നിൽക്കുന്ന നമ്മുടെ സച്ചിദാനന്ദ സ്വരൂപനെ ഭക്തിയോടെ നമുക്ക് ധ്യാനിക്കാം. ഇന്നത്തെ ഉച്ചപൂജയ്ക്ക് ഭഗവാൻ മനോഹരമായ ഗോവർദ്ധനധാരി എന്ന ഭാവത്തിലാണ് ദർശനം നൽകിയത്. ഇടത് കൈയിലെ ഗോവർദ്ധന പ്രഭാവം തന്നെയാണ്. തൻ്റെ ഇടത് കൈവിരലിൻ തുമ്പിൽ ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ചന്ദനം കൊണ്ടാണ് ഈ പർവ്വതം അതിമനോഹരായിട്ട് തീർത്തിരിക്കുന്നത്. പർവ്വതത്തിൻ്റെ വശങ്ങളിൽ പച്ച പുതപ്പ് പോലെ സുഗന്ധവാഹിയായ തുളസീദളങ്ങൾ ചാർത്തിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ ശരിക്കും ഒരു പ്രകൃതിയുടെ പച്ചപ്പണിഞ്ഞ ഒരു മലയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ചന്ദനം കൊണ്ടുള്ള മലയിൽ തുളസീദളങ്ങൾ അലങ്കരിച്ച പച്ചപ്പ്, അതാണ് ഗോവർദ്ധന പർവ്വതം. ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് പ്രകൃതിയെയും ഗോക്കളെയും ഗോപന്മാരെയും സംരക്ഷിച്ച ആ ലീല വെറും ഒരു കഥയല്ല, മറിച്ച് അഹങ്കാരമെന്ന കന്മഷത്തെ തകർത്ത് ഭക്തരെ കാത്തുരക്ഷിക്കാൻ ഭഗവാൻ എപ്പോഴും തയ്യാറാണ് എന്ന പരമമായ സത്യമാണ് ഈ ഗോവർദ്ധന ഗിരിധാരി എന്ന ഭാവം നമുക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളെ സംരക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് അഭയപ്രദമായ സന്ദേശമാണ് നമുക്ക് ഈ ഒരു രൂപം നൽകുന്നത്. ഭഗവാന്റെ വലതു കൈയിൽ ഭക്തരുടെ ഹൃദയത്തെ ആകർഷിക്കുന്ന പൊന്നോട കുഴല് മിന്നിത്തിളങ്ങുന്നുണ്ട്. പർവ്വതം ചുമക്കുമ്പോഴും ഭഗവാന് അതൊരു ഭാരമേ അല്ല എന്ന ഭാവത്തിൽ അതീവ നിഷ്പ്രയാസമായിട്ട് ആനന്ദത്തോടെ ഓടക്കുഴലൂതുന്ന ഭാവത്തിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഓടക്കുഴൽ എന്ന് പറയുന്നത് ഉള്ളുപൊള്ളയായ ഒരു മുളന്തണ്ടാണ്. നമ്മുടെ അഹംഭാവവും കാമക്രോധങ്ങളും എല്ലാം നീക്കി ഹൃദയം ശൂന്യമാക്കിയാൽ ഭഗവാൻ നമ്മളെ തന്നെ തൻ്റെ ഓടക്കുഴലായി മാറ്റുകയും നമ്മിലൂടെ നാദബ്രഹ്മം ആലപിക്കുകയും ചെയ്യും എന്ന തത്വമാണ് ഇതിന് പിന്നിലുള്ളത്. ഭഗവാന്റെ തിരുമുഖം ചന്ദ്രബിംബം പോലെ പ്രകാശിക്കുകയാണ്. അധരങ്ങളിൽ അമൃതൂറുന്ന മന്ദഹാസം. നെറ്റിത്തടത്തിൽ ചന്ദനവും കുങ്കുമവും കൊണ്ട് അതീവ ചന്തത്തിൽ തന്നെ തിലകം ചാർത്തിയിരിക്കുന്നു. ഭക്തരെ കരുണയോടെ നോക്കുന്ന ആ നയനങ്ങളും മന്ദഹാസം തൂകി നിൽക്കുന്ന ആ ചുണ്ടുകളും ആ പുഞ്ചിരി, അതൊക്കെ കാണുമ്പോൾ പ്രപഞ്ചത്തിലെ എല്ലാ ദുഃഖങ്ങളും അങ്ങോട്ട് അലിഞ്ഞില്ലാണ്ടാവാണ്. എല്ലാം മറന്നു പോവുകയാണ്. ഭഗവാനിൽ മാത്രം നമ്മൾ ലയിച്ചു പോവുകയാണ്. ഭഗവാൻ തൃപ്പാദങ്ങൾ ഇങ്ങനെ പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഭഗവാൻ തൻ്റെ ദിവ്യമായ തൃപ്പാദങ്ങൾ സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്നിനു മേലൊന്നായി ഇങ്ങനെ പിണച്ചു വെച്ചിട്ടാണ് നിൽക്കുന്നത്. ആ പാദപത്മങ്ങളിൽ സ്വർണത്തിൽ തീർത്ത പൊൻതലകൾ തിളങ്ങുന്നുണ്ട്. ഭഗവാൻ മനോഹരായ പട്ടുകോണം ധരിച്ചിരിക്കുന്നു. അരഞ്ഞാണിൽ സ്വർണ്ണ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട്. കിങ്ങിണിയിൽ നിന്നും വട്ടത്തിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന സ്വർണ്ണക്കസുവുകളുള്ള മനോഹരായ ഞാത്തുകൾ ആ ഒരു കിങ്ങിണിയുടെ അഴക് വർദ്ധിപ്പിക്കുകയാണ്. കൂടെ ഭഗവാന്റെ അരക്കെട്ടിൻ്റെയും. ഭഗവാന്റെ ആ തൃപ്പാദങ്ങളെ മുറുകെ പിടിക്കുക എന്നത് തന്നെയാണ് ഈ ഒരു സംസാര സാഗരം കടക്കാനുള്ള ഏക വഴി എന്ന് പറയുന്നത്. ശരണാഗതി എന്ന പരമമായ ഭക്തിയാണ് ഈ പാദപത്മങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. കളഭത്തിൽ മുങ്ങി നിൽക്കുന്ന ആ വിഗ്രഹത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ശ്രീലകത്തെ വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. ഭഗവാന്റെ പിഞ്ചു കൈകളിൽ തിളങ്ങുന്ന കൈവളകളും തോൾവളകളും ചാർത്തിയിരിക്കുന്നു. കഴുത്തിനോട് ചേർന്ന് നിൽക്കുന്ന വളയങ്ങൾ പോലുള്ള മാലയും അതിന് താഴെയായിട്ട് വലിയ ഒരു പതക്കവും പിന്നെ മുല്ലമൊട്ടുമാലയും ശോഭിക്കുന്നുണ്ട്.
സ്വർണത്തിൻ്റെ തിളക്കവും കളഭത്തിൻ്റെ സുഗന്ധവും ഭഗവാനെ ഒരു കൊച്ചു മിടുക്കൻ ഉണ്ണിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. ഭഗവാന്റെ പൊന്നിൻ കിരീടത്തിന് മുകളിലായിട്ട് 3 തട്ടുകളിലായിട്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. വെളുത്ത പുഷ്പങ്ങൾ കൊണ്ടൊരു മാല, സുഗന്ധമുള്ള ഒരു തുളസിമാല, ചുവന്നു തൊടുത്ത തെച്ചിപ്പൂക്കൾ കൊണ്ടുള്ളൊരു മാല. അങ്ങനെ 3 തിരുമുടി മാലകളാണ് ഭഗവാന് അലങ്കരിച്ചിട്ടുള്ളത്. ചെവികളിൽ സ്വർണത്തിൻ്റെ മനോഹരായ ചെവിപ്പൂക്കളും തിളങ്ങുന്നുണ്ട്. ഭഗവാന്റെ കഴുത്തിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്നത് 2 വലിയ ഉണ്ടമാലകളാണ്. ഒന്ന് തെച്ചി, തുളസി, വെളുത്ത പൂക്കൾ എന്നിവയൊക്കെ കൂടി ചേർത്ത് കെട്ടിയുണ്ടാക്കിയിട്ടുള്ളതാണ്. രണ്ടാമത്തത് ധാരാളം തെച്ചിപ്പൂക്കൾക്ക് നടുവിൽ തുളസി പത്രങ്ങളൊക്കെ ചാർത്തി അങ്ങനെ തടിച്ചു രൂപത്തിലുള്ള ഒരു വലിയ ഉണ്ടമാലയാണ്. ഇതിനു പുറമെ ഭഗവാന്റെ മുകളിലായിട്ട്, അതായത് വിധാനായിട്ട് തെച്ചിയും തുളസിയും ചേർന്നുള്ള ഉണ്ടമാലകൾ തൂക്കിയിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഭാരവും താങ്ങുന്ന ഭഗവാന് ഈ ഗോവർദ്ധന പർവ്വതം ഉയർത്തുക എന്നത് എത്രയോ ലളിതമായിട്ടുള്ള ഒരു ലീലയാണ്. എൻ്റെ ഭക്തരെ, നിങ്ങളെ ജീവിതത്തിലെ പ്രതിസന്ധികളാകുന്ന കാറ്റും മഴയും വരുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കാൻ ഇതാ ഞാൻ ഗോവർദ്ധനധാരിയായിട്ട് നിൽക്കണു എന്ന ഉറപ്പാണ് ഭഗവാൻ തരുന്നത്. ആ മോഹിപ്പിക്കുന്ന രൂപം മനസ്സിൽ ധ്യാനിച്ചിട്ട് മറ്റൊരു ചിന്തകൾക്കും ഇടം നൽകാതെ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സർവസ്വവും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് അഗ്നികുണ്ഠത്തിൽ വീണാലും ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതിൽ വെന്തുരുകാൻ ഭഗവാൻ നമ്മളെ കൊടുക്കില്ല. നമ്മളെ അവിടുന്ന് ഉറപ്പായിട്ടും ഉയർത്തി നമ്മളെ രക്ഷിക്കും എന്നുള്ളതാണ്. ആ സച്ചിദാനന്ദ വിഗ്രഹത്തെ നെഞ്ചിലേറ്റി നമുക്ക് ഭക്തിയോടെ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.